എല്ലാവർക്കും കാണും എന്തെങ്കിലുമൊക്കെ ചെറിയതായിട്ട് ആഗ്രഹങ്ങൾ പറയാനല്ലേ. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തേക്കും വന്നിട്ട് അവരവരുടെ ചെറിയ ആഗ്രഹങ്ങൾ എന്താണ് എന്ന് ചോദിക്കാം. എനിക്കിനി ഒരു ആഗ്രഹമില്ല, എല്ലാം ഉണ്ട്, കിട്ടിയതിന് സാധിച്ചിട്ട് ഇവിടെ വന്നിട്ട് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. എനിക്കൊന്നിനും ആശയില്ല, എല്ലാം ഈശോ തന്നെ ഉണ്ട്. അമ്മയ്ക്ക് എന്താ ഒന്നുമില്ലേ? ഒരാഗ്രഹമില്ലേ? ഇല്ലേ? ആണോ? പാവാണോ? എന്തോ കേട്ടോ? പറഞ്ഞത് കേട്ടോ? കേട്ടോ? ഒരാഗ്രഹം പറയൂ, അമ്മച്ചിയുടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയൂ, ഞങ്ങൾ നടത്തി തരും. എനിക്കറിയത്തില്ല എന്നതാ പറയണ്ടേന്ന്. ഈ ചെവി കേൾക്കുന്ന സാധനം വേണോ? അമ്മച്ചിക്ക് കേൾവിക്ക് പ്രശ്നമുണ്ടോ? ഉണ്ടോ? അപ്പൊ അത് വേണോ? ചെവി കേൾക്കുന്ന ഒരു മെഷീൻ ഇല്ലേ, അത് വാങ്ങിച്ചു തരട്ടോ? ഈ ശബ്ദം കേൾക്കുന്നുണ്ടോന്ന് നോക്കിക്കോളൂ കേട്ടോ. അസുഖമൊന്നുമല്ല, പ്രായം കൊണ്ടുമ്പോ വരുന്ന കേൾക്കുള്ളൂ, എല്ലാവർക്കും വരാവുന്ന കാര്യമാണ്. അപ്പൊ നമുക്കൊരു ഹിയറിംഗ് ആയിട്ട് ഒരു മെഷീൻ വെച്ചാലേ കേൾക്കുള്ളൂ. ഇപ്പൊ അമ്മച്ചിക്ക് നല്ലോണം കേക്കാവോ? സന്തോഷായോ? പിന്നെന്താ ചിരിക്കാത്തേ? ചിരിച്ചാട്ടെ, നല്ലോണം ഒന്ന് ചിരിച്ചേ. അമ്മയ്ക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ഉണ്ട്, ഒരു മൊബൈൽ ഫോൺ ആഗ്രഹമുണ്ട്. എന്നോട് ആദ്യം ഒരാഗ്രഹമാണ്, എനിക്കൊരു മൊബൈൽ ഫോൺ വേണം എൻ്റെ അനിയത്തിയുടെ മക്കളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ അമ്മയ്ക്ക് വേണ്ടി ഇതാ ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും എൻ്റെ പേര് ഭാർഗവി എന്നാണ്. പിന്നെ ഞങ്ങൾക്കിവിടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ അനിയത്തി ഇതുപോലൊരു സ്ഥാപനത്തിലാണ്. അപ്പം അവൾ 2 വർഷമായി ഞാനവളെ കണ്ടിട്ട്. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് പോകാനും മേല, അതിനുള്ള എമൗണ്ട് നമുക്കില്ല. അപ്പം അവൾ ഇടുക്കിയിലാണ്. എനിക്ക് അതിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കണ്ടു കഴിഞ്ഞേച്ച് എനിക്ക് മരിച്ചാൽ മതിയെന്നുണ്ട്. അനിയത്തിയെ കാണാൻ എനിക്കതേ ഒരു ആഗ്രഹമുള്ളൂ. വളരെ ചെറിയൊരാഗ്രഹമല്ലേ? തീർച്ചയായിട്ടും അനിയത്തിയെ കാണിച്ചു തരാം കേട്ടോ. സരോജിനി അമ്മയാന്നോ? ഞാൻ ഭാർഗവി അമ്മയുടെ അടുത്ത് കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാം കേട്ടോ. നീ എന്നാ എടുക്കുന്നുണ്ട്? വരുമോ? എൻ്റെ അമ്മമാരെന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച വരാൻ ഞങ്ങളെല്ലാവരും കൂടെ കൂടി കേട്ടോ, എന്നെ കൊണ്ടുവരുവാണ് അങ്ങോട്ട് കേട്ടോ. അനിക്ക പറിക്കാൻ വാടി കോതേ എനിക്കെൻ്റെ പിള്ളകരെയും, അനിക്ക പിറക്കാൻ വാടി കോതേ എനിക്കെൻ്റെ പിള്ളകരെയും, അനിക്ക ചെത്താൻ അടി കോതേ എനിക്കെൻ്റെ പിള്ളകരെയും, അനിക്ക വാട്ടാൻ വാടി കോതേ എനിക്കെൻ്റെ പിള്ളകരെയും, അനിക്ക തിന്നാൻ വാടി കോതേ അവിടെ കേടാവുള്ള ഇവിടെ കേടാവുള്ള ഞാൻ രണ്ടാനിക്ക തിന്നു വരട്ടെ, അവിടെ കേടാവുള്ള ഇവിടെ കേടാവുള്ള ഞാൻ രണ്ടാനിക്ക തിന്നു വരട്ടെ. ദൈവം കൊണ്ടോന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങോട്ട് കൊണ്ടേക്കാൻ പോകുന്നത് കാണിക്കാമോ? നേരെ പിന്നെ അവസാനം ഞാൻ പറഞ്ഞു കയ്യിൽ വിധിയൊന്നുമില്ല.
കൊണ്ടുപോകണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചാൽ മതിയോ? മതിയോ? ഓക്കെ ഓക്കെ. പോട്ടെ അയ്യോ അങ്ങനെയൊക്കെ പറയാതെ. അമ്മ നമസ്കാരമുണ്ട്. ഒരാഗ്രഹം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നത് നടത്തിത്തരും. ആരെങ്കിലും കാണണോ, വിളിക്കണോ, അതോ എന്തെങ്കിലും വേണോ? ഇതിൻ്റെ മെമ്മോറിയലായിട്ട് അന്നാഭവന് എന്തെങ്കിലും കൊടുക്കുക. ഓ തീർച്ചയായിട്ടും നല്ലൊരു ആഗ്രഹമാണത്. നമുക്ക് അനാഭവനിൽ ഇപ്പൊ അത്യാവശ്യമുള്ള എന്താന്ന് ചോദിക്കാം. ഇവിടെ ഇപ്പം അത്യാവശ്യം എന്താ വേണ്ടത്? അത്യാവശ്യം വേണ്ട എന്നാന്ന് എനിക്കറിയാമല്ലോ. അത് എൻ്റെ മെമ്മോറിയലായിട്ട് അമ്മയുടെ ഓർമ്മയായിട്ട് അമ്മയ്ക്ക് വേണ്ടി നമ്മളത് നടത്തി കൊടുക്കുന്നതായിരിക്കും. കേട്ടോ? സന്തോഷം. ഒത്തിരി സന്തോഷമായി. കാരണം ഞങ്ങളുടെ 30 വർഷത്തെ ഒരു വലിയ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത്.